ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു പുതിയ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മെ അതിശയവും ഭയങ്കരമായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവത്തോട് ചേർന്ന് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുവാനുള്ള വലിയ ആഗ്രഹമുണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവജനം പറയുന്നു, ലോകവും അതിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കും ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ആയുസ് വളരെ ക്ഷണികമാണ്. ഏറിയാൽ 70, 80, 100, 120 വയസ്സ് വരെ. അത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അഥവാ നിത്യനായ ദൈവത്തോട് കൂടെ നിത്യത മുഴുവൻ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന മരണമില്ലാത്ത തേജസ്സുള്ള ശരീരത്തിൻ്റെ മക്കളായി ദൈവത്തോടു കൂടെ വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ പാപമാണ് ദൈവത്തെ മനുഷ്യൻ തമ്മിൽ അകറ്റിയത്. എന്നാൽ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. തൻ്റെ മരണത്താൽ മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ നീക്കിക്കളഞ്ഞു. ഈ സത്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തി, ദൈവജനം പറയുന്നത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും വിടുതൽ നൽകി ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാനായിട്ട് സഹായിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയാം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിക്കോ 2 വ്യക്തിക്കോ വേണ്ടിയിട്ടല്ല, സകല മനുഷ്യർക്കും. യേശുവിനെ കണ്ടപ്പോൾ യേശുവിനായി വഴിയൊരുക്കുവാൻ വന്ന സ്നാപകി യോഹന്നാൻ പറയുന്നത് എങ്ങനെയാണ്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും മരിച്ചതൊക്കെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അത് പറയുന്നത്. എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാനായിട്ട്. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. അപ്പോൾ എന്താ ശിക്ഷ? പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമായ മരണവും നിത്യനരകവുമാണ് ശിക്ഷ. ആ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് ഇവിടെ പറയുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇവിടെ പറയാം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഇവിടെ പറയും, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഭാഗ്യകരമായിട്ടൊരു പ്രത്യാശയ്ക്കായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന തേജസ്സിന് വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളും കാത്തിരിക്കുന്നത്. ഓരോ വ്യക്തികളെന്ന് ഞാൻ പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അതല്ല നമ്മളിന്ന് കാണുന്ന പോലെ പല ക്രിസ്തീയ മതവിഭാഗങ്ങളിലും മരിച്ചു കഴിയുമ്പോൾ കുറിയടിച്ചിട്ട് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ ഒരു ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിൽ മരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ ഉയർക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു ജീവിതം പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയും ദൈവവചനത്തിനൊത്തോളം ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഇവിടെ പറയാ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ മധ്യാകാശത്തുള്ള പ്രത്യക്ഷതയിൽ കർത്താവ് വരും. തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ മണവാട്ടിയെ, അഥവാ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പിനെ ചേർപ്പാനായിട്ട് കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ആ കാത്തിരിക്കുന്ന വചനം അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച ആ ശേഷിപ്പ് ഒരു കൂട്ടം കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് ദൈവ തേജസ്സിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. അടുത്ത് പറയാം, മഹാദൈവവും. അപ്പോൾ യേശു മഹാദൈവമാണ് എന്നിവിടെ പറയാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മഹാദൈവമാണ്. ഒപ്പം തന്നെ നമ്മെ ശിക്ഷയിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. അതാണ് പറയുന്നത്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്.
അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തുകൊണ്ടാണ് ഓരോ ദിവസം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്, അപ്പോൾ ഭക്തികേട് എന്ന് പറഞ്ഞാൽ ഭക്തിക്ക് നിരക്കാത്ത ഒരു ജീവിതമല്ല. പ്രപഞ്ചമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ജഡത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്യുക, നാളെ മരിക്കുമല്ലോ എന്നുള്ളൊരു ജീവിതമല്ല. അതാണ് പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അപ്പോൾ ദൈവ തേജസ്സിനും വിശുദ്ധിക്കും ദൈവിക സ്വരൂപത്തിനും തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും നമ്മൾ നീക്കിക്കളയണം എന്ന് ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. അപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സുബോധത്തോടെ ജീവിക്കണം, നീതിയോടെ ദൈവനീതിക്കത്തോളം ജീവിക്കണം, ദൈവഭക്തിയോടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുവാനായിട്ട് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അത് എന്ന് പറഞ്ഞാൽ മുകളിൽ പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയെ ഈ പറയുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ കൃപയാണ് ഒരു വ്യക്തിയെ സുബോധത്തോടെ ജീവിക്കുവാനായിട്ട് സഹായിക്കുന്നത്. കൃപയാണ് ഒരു വ്യക്തിയെ ദൈവനീതിയുടെ ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് സഹായിക്കുന്നത്. ദൈവം പകരുന്ന കൃപയാണ് ദൈവഭക്തിയോടെ, ഭയത്തോടെ, വിറയലോടെ, വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് നാമും ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ടുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഞങ്ങളോട് തോന്നിയ വലിയ കൃപകൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്ന ഒരു ശേഷിപ്പിലായിരിക്കാനും കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധിയിൽ വളരുവാനും വിശുദ്ധിയെ തികപ്പാനും ഒക്കെ കർത്താവ് ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണമേ. അങ്ങയുടെ വചനത്തോട് വലിയ ദാഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണം. സ്നേഹത്തിലും സഹിഷ്ണുതയിലും കർത്താവ് ബഹുമാനിക്കുന്നതിലും കീഴ്പ്പെടുന്നതിലൊക്കെ ദൈവവചന പ്രകാരമായി തീരുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.